ഹായ് ഫ്രണ്ട്സ്, സി കെ എസ് ഫാം എന്ന യൂട്യൂബ് ചാനലിൻ്റെ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീട്ടിലൂടെ പറയാൻ പോകുന്നത് 2026 ആട് വളർത്തുന്നത് ലാഭകരമാണോ എന്നതിനെ കുറിച്ചാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. 2026 ആട് വളർത്തുന്നത് ലാഭകരമാണോ? ആട് വളർത്തലിലെ ലാഭം എന്ന് പറയുന്നത് കൂടുതൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിച്ച് വിൽക്കുമ്പോഴാണ് ലാഭം വർദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2026 ആട് വളർത്തൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാരായിട്ടുള്ള ആട് കർഷകർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. തുടക്കത്തിൽ ഒരിക്കലും ഹൈബ്രിഡ് ആടുകളെ മേടിച്ച് വളർത്താതിരിക്കുക. കാരണം ഹൈബ്രിഡ് ആടുകളെ മേടിച്ച് വളർത്തുമ്പോൾ അവർക്ക് പെട്ടെന്ന് രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഹൈബ്രിഡ് ആടുകൾ ഒരു പ്രസവത്തിൽ 1-2 കുട്ടികളെയാണ് ലഭിക്കുന്നത്. മലബാറി ആടുകളാണെങ്കിൽ ഒരു പ്രസവത്തിൽ 2-3 കുട്ടികളെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കക്കാരായ ആട് കർഷകർക്ക് വളർത്താൻ പറ്റിയ ഒരാടാണ് മലബാറി ആടുകൾ. അതുപോലെ തുടക്കത്തിൽ ഹൈബ്രിഡ് കൂടുകളൊന്നും നിർമ്മിക്കാതിരിക്കുക. അതുപോലെ ആടുകൾക്ക് വരുന്ന രോഗങ്ങളും അതിനുള്ള മരുന്നും ആടുകൾക്ക് കൊടുക്കേണ്ട തീറ്റ രീതിയും ഇതെല്ലാം ഒരു ആട് കർഷകനെ സംബന്ധിച്ച് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ആട് വളർത്തുകയാണെങ്കിൽ 2026 ആട് വളർത്തുന്നത് തീർച്ചയായും ലാഭകരം തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക.